വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ സഹകരണവും വ്യാപാരവും അടക്കമുള്ള വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കും. Number one is they're going to be purchasing a lot of our oil. How are you going to beat China then? मैं राष्ट्रपति ट्रंप से एक बात हमेशा अप्रिशिएट करता आया. We have great friendship, he and I and our countries. मुझे खुशी है कि राष्ट्रपति ट्रंप ने की राह पर नई ऊंचाइयों को छूने के लिए चल पड़ेंगे. We're just going to get along well. We're going to get along with all countries. We're going to do very well. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വജിത് സി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അശ്വജിത്ത്, ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. ട്രംപിന്റെ രണ്ടാം അധികാരത്തിന് ശേഷം നടക്കുന്ന ഒരു കൂടിക്കാഴ്ച. പക്ഷേ ഇതിൽ പ്രതിരോധ വ്യാപാര മേഖലയിലെ സഹകരണത്തിനപ്പുറത്ത് ഇന്ത്യ കാതോർക്കുന്ന ഒരു വിഷയം കൂടിയുണ്ട്. അമേരിക്കയിലെ ഇന്ത്യക്കാരായിട്ടുള്ള കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് ഇങ്ങോട്ട് അയച്ച സംഭവം. അതിൽ ഈ രണ്ട് നേതാക്കളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച നടന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എജെ? തീർച്ചയായിട്ടും വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് വൈറ്റ് ഹൗസിൽ പൂർത്തിയായത്. അല്പം മുമ്പ് ഈ ഇരു നേതാക്കളും തമ്മിൽ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഇരു നേതാക്കളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട ഒരുപക്ഷെ ട്രംപ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദ്യം കാണുന്ന 5 നേതാക്കളിൽ ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയമായും നയതന്ത്രപരമായും ഒക്കെ ഏറെ പ്രത്യേകതയുമുണ്ട്. ഇനി ഉമൈബാൻ ചോദിച്ച ചോദ്യം, പക്ഷേ ഇന്ത്യയിലൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും പ്രധാനമന്ത്രി ഉന്നയിക്കുമെന്ന് കരുതുക അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായി ഉറ്റുനോക്കിയ വിഷയമാണ് കുടിയേറ്റ വിഷയം. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യയിലും വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലായിരുന്നു നരേന്ദ്രമോദി സർക്കാർ. ഈ വിലങ്ങണിയിച്ച കുടിയേറ്റക്കാരെ ഇങ്ങോട്ട് തിരിച്ചെത്തിച്ചതുമായി ബന്ധപ്പെട്ട് അതിൽ കാര്യമായൊരു നിലവിലെ റിപ്പോർട്ട് പുറത്തു വരുന്നത് പ്രകാരം കാര്യമായൊരു അത്തരം വിഷയങ്ങൾ ഉന്നയിച്ചു എന്ന കൃത്യമായൊരു വിവരം പുറത്തു വരുന്നില്ല. അതിൽ പ്രധാനമായും പറയുന്നത് അനധികൃതമായുള്ള കുടിയേറ്റം തടയുക എന്നത് തന്നെയാണ് തങ്ങളുടെയും ലക്ഷ്യമെന്ന പ്രധാനമന്ത്രി ചർച്ചയിൽ പറയുകയുണ്ടായി. എന്നാൽ ഇത് സംബന്ധിച്ച് ഈ പ്രതിഷേധം അറിയിച്ചു. ഒരുപക്ഷെ മനുഷ്യത്വരഹിതമായി അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ചതിൽ പ്രതിഷേധം അറിയിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ നിലവിൽ പുറത്തു വരുന്നില്ല. എന്നാൽ ഈ വിഷയം ചർച്ചയായിട്ടുണ്ട്. അത് ഒരുപക്ഷെ കൂടുതൽ ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി ചേർന്ന് ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറ്റം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന സംഘങ്ങളെയൊക്കെ തടയുക എന്ന തരത്തിലുള്ള ചർച്ചകൾ വന്നു എന്നതല്ലാതെ ഇത് സംബന്ധിച്ചൊരു പ്രതിഷേധം ഇന്ത്യ അറിയിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നില്ല. ഇനി മറ്റ് ചില വിഷയങ്ങൾ കൂടെ പ്രധാനമായി നോക്കേണ്ടത്, ഒന്ന് ഈ പ്രതിരോധ മേഖലയിലെ സഹകരണമാണ്. അത് വളരെ അധികം തന്നെ മെച്ചപ്പെടും എന്നതാണ് ഇരു നേതാക്കളും പറയുന്നത്. ഒപ്പം ഒരുപക്ഷെ ലോകം മൊത്തം ഉറ്റുനോക്കിയിരുന്നതാണ് ഈ ടാരിഫുകൾ അഥവാ ഈ നിരക്കുകൾ സംബന്ധിച്ച്, ഇറക്കുമതിയിലും കയറ്റുമതിയിലും ഒക്കെ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിരക്കുകളിലൊക്കെ വലിയ ഒരു ഇളവുണ്ടാകുമോ എന്ന്. തൽക്കാലം അതുണ്ടാവില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പുറത്തു വരുന്നത്. അതിൽ ട്രംപ് പ്രധാനമായും ഈ കൂടിക്കാഴ്ചയ്ക്ക് അല്പം മുമ്പ് ഒരു ചെറിയ വിമർശന സ്വരത്തിൽ തന്നെ പറയുകയുണ്ടായി, ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ചുമത്തുന്ന നികുതിയൊക്കെ വളരെ വലുതാണെന്ന തരത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഇറക്കുമതി ടാരിഫിൽ കാര്യമായൊരു ഇളവ് ഉണ്ടാവില്ല എന്നും നമുക്ക് നിലവിലെ ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നിഗമനത്തിലെത്താവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്യാസ് ട്രേഡ്, ഓയിൽ ട്രേഡുമായി ബന്ധപ്പെട്ടാണ്. അത് ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ മികച്ച ഒരു ബന്ധം തുടരും, അല്ലെങ്കിൽ കൂടുതൽ ഓയിൽ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങും എന്ന തരത്തിൽ ട്രംപ് വാർത്താ സമ്മേളനത്തിൽ തന്നെ പറയുകയുണ്ടായി. ഇത്തരത്തിൽ വ്യാപാര മേഖലയിലും പ്രതിരോധ മേഖലയിലുമായി ബന്ധപ്പെട്ട സഹകരണം വർദ്ധിപ്പിക്കുമെന്നതാണ് ഇരു നേതാക്കളും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇനി മറ്റ് എന്തൊക്കെ പ്രധാനപ്പെട്ട കരാറുകളാണ് അല്ലെങ്കിൽ ഇനി സുപ്രധാനമായ ഏതൊക്കെ വ്യാപാര ഡീലുകളാണ് നടത്തിയതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടക്കുന്ന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന ചർച്ചകളിലായിരിക്കും പുറത്തു വരിക. ഏതായാലും ഇന്നത്തെ ഈ സംയുക്ത വാർത്താ സമ്മേളനം വളരെയധികം സൗഹാർദ്ദപരമായിരുന്നു. അദ്ദേഹം എടുത്തു പറഞ്ഞ രസകരമായ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ അമേരിക്കയിലെ ട്രംപിന്റെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ക്യാപ്ഷനായിരുന്നു മേക്ക് അമേരിക്ക ഗ്രേറ്റർ അഗെയിൻ എന്നുള്ളത്, മാഗ. അതുപോലെ ഇന്ത്യയിലും ഒരുപക്ഷെ വികസിത് ഭാരത് എന്ന ആ ടാഗ്ലൈൻ ഉപയോഗിച്ച് മോദി ഇന്ന് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, മാഗ പ്ലസ് മിഗ, അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റർ അഗെയിൻ, മേക്ക് ഇന്ത്യ ഗ്രേറ്റർ അഗെയിൻ. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അതൊരു മെഗാ പാർട്ട്ണർഷിപ്പായി മാറും എന്ന തരത്തിൽ വളരെ സൗഹാർദ്ദപരമായ ഒരുപക്ഷെ ഇരു നേതാക്കളും തമ്മിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ബന്ധം ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള സംയുക്ത വാർത്താ സമ്മേളനമാണ് അല്പസമയം മുമ്പ് പൂർത്തിയായത്. ഉമൈബാൻ.
അജയ്, ഈ ഇരു രാജ്യങ്ങളും അതുപോലെ തന്നെ ഇരു നേതാക്കളും തമ്മിൽ അത്രമാത്രം ഊഷ്മളമായ ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്. അതുകൊണ്ട് തന്നെയാണോ ഈ വ്യാപാര ബന്ധം, അത് സഹകരണം, അത് ഊട്ടിയുറപ്പിക്കുന്ന കാര്യത്തിൽ ഇറക്കുമതി തീരുവ അത് ഇന്ത്യക്ക് മേൽ ചുമത്തില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മോദിയുടെ ആവശ്യപ്രകാരം ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നത്? കാരണം ഇത് എടുത്തു ചോദിക്കേണ്ട ഒരു വിഷയമായിട്ട് വരുന്നത്, അധികാരത്തിൽ എത്തിയ ശേഷം ആ രണ്ടാം വരവിന് ശേഷം ട്രംപ് എടുത്ത ഏറ്റവും നിർണായകമായിട്ടുള്ള നിലപാടായിരുന്നു മറ്റ് രാജ്യങ്ങൾക്ക് മേൽ, പ്രധാനമായിട്ടും ഈ മെക്സിക്കോ അതുപോലെ തന്നെ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ 25% ഇറക്കുമതി തീരുവ ചുമത്തും, വർദ്ധിപ്പിക്കും എന്നുള്ള തീരുമാനം. അപ്പോൾ ഇന്ത്യയെ അതിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത് ജി. ഇന്ത്യയിലേക്ക് അധികമായി ടാരിഫ് ചുമത്തിയിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ. നിലവിൽ ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ചയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഒരു ഇളവൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നേക്കാമെന്ന തരത്തിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ ഒരുപക്ഷെ ട്രംപ് ഇന്ത്യ ചുമത്തുന്ന നികുതികളെ കുറിച്ച് അതൊരു വിമർശന സ്വരത്തിൽ തന്നെ പറയുകയുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ആദ്യം ട്രംപ് ക്യാമ്പിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ ട്രംപിന്റെ വൈറ്റ് ഹൗസിൽ നിന്നൊക്കെ വന്ന വാർത്തകൾ അത്തരത്തിലായിരുന്നു. ഇന്ത്യ ചുമത്തുന്ന നികുതി വളരെ കൂടുതലാണ് എന്ന തരത്തിലായിരുന്നു. നിലവിൽ ചുമത്തുന്ന അമേരിക്ക അതിന് മറുപടി നൽകി നിലവിൽ അമേരിക്ക ചുമത്തുന്ന നികുതി തുടരും എന്ന തരത്തിൽ തന്നെയാണ്. അല്ലാതെ അതിൽ വലിയൊരു ഇളവോ അല്ലെങ്കിൽ വലിയൊരു മാറ്റങ്ങളോ നിലവിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല.